മോള് പരാതി കൊടുത്തിരുന്നല്ലോ, എന്താണ് സംഭവിച്ചത്? അത് ഞാനവിടെ കളിക്കാൻ പോണ സമയത്ത് എനിക്ക് സെക്ഷലി പല അബ്യൂസും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെ പല ഭാഗത്തും എന്നല്ല, മുഴുവൻ ഭാഗത്തും മൂപ്പരെ കൈയെത്തിയിട്ടുണ്ട്. ബ്രസ്റ്റിന് പിടിക്കുക, എസ്പെഷ്യലി നിപ്പിൾ, അത് മാത്രം ഫോക്കസ് ചെയ്ത് പിടിക്കുക. പിന്നെ ഇതൊക്കെ പറയുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ. ബ്രസ്റ്റിൽ പിടിക്കുമ്പോൾ പറയും മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്. ബ്രസ്റ്റിൽ പിടിച്ച് കഴിഞ്ഞാൽ മനസ്സറിയാൻ കഴിയും അത്രേ. പിന്നെ ഹാർട്ട് ബീറ്റ് അറിയാൻ, ബ്രീത്തിങ് ലെവൽ അറിയാൻ, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ, ശരീരവും മനസ്സും കൂടെ കൂടിയിട്ടുള്ള കലയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ അധ്യാപനം നടത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ പറയാത്തത് പേടിച്ചിട്ടാണോ അതോ എൻജോയ് ചെയ്യണമെന്നുകൊണ്ടാണോ അതോ അറിയാഞ്ഞിട്ടാണോ, തിരിച്ചറിയാൻ കഴിയാനിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. തിരിച്ചറിയാൻ കഴിയാനിട്ട് തന്നെയാവും. കാരണം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇതിനൊക്കെ ഓരോ കാരണങ്ങൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും ഞാൻ പരമഗുരുവാണ്. പരമഗുരുവിനെ അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ. പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പരമഗുരു ആണ്, നമ്മളിതിന് നിന്ന് കൊടുക്കണം എന്നുള്ളത് നമ്മളതിന് നിർബന്ധപ്പെടുകയാണ്. നമുക്ക് അത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരികയാണ്. സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ്. എല്ലാത്തിനും കറക്റ്റ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് മൂപ്പർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പോരാത്തതിന് എല്ലാ കാര്യവും പറഞ്ഞ് ഒരാളെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് മൂപ്പർക്കുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം? കേസിൽ നിന്ന് പിന്മാറാൻ സിദ്ദീഖ് അലി മാഷിൻ്റെ അഭിഭാഷകനെ എൻ്റെ ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉപ്പേനെ. ഇയാളെ മകന് വളർന്നു വരുന്നൊരു പയ്യനാണ്, ഞാൻ പുറത്ത് പഠിക്കാൻ പോണതാണ്, അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്തോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല, കുത്തിയേ വണ്ടി കൊണ്ട് കുത്തിയേ കത്തിയെടുത്ത് കുത്തിയേ ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് പിൻവലിക്കേണ്ടി വന്നത്. പോലീസൊന്നും സഹായിച്ചില്ല ഇങ്ങനെ ഭീഷണി വന്ന സമയത്ത്? ഇല്ലല്ല, പോലീസുകാർ ഞങ്ങളോട് ഭീഷണിയൊക്കെ വന്നതിന് ശേഷം പോലീസുകാർ പറഞ്ഞത് കേസ് പിൻവലിക്കുന്നത് തന്നെയാവും നല്ലത്, എനിക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ നിങ്ങൾക്ക് ഈ മൊഴി മാറാതിരിക്കാനുള്ള സഹായം ഒന്നും ചെയ്യില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുതരുമൊന്നും ചെയ്തില്ല? പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു, ഒരു ലേഡി പോലീസ് ഉണ്ടായിരുന്നു, അവരാണ് സംസാരിച്ചത് മുഴുവൻ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നെ കണ്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഒരു ഘട്ടത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങളെ സഹായിക്കുകയൊന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഭീഷണി വന്ന സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ മൊഴി മാറ്റി പറയുകയാണോ ചെയ്ത്? ഭീഷണി വന്ന സാഹചര്യത്തിൽ മൊഴി മാറ്റി പറയേണ്ടി വന്നു. ഇയാൾ പിന്നീടതിന് ശേഷം എപ്പോഴും നേരിൽ കാണുക എന്തെങ്കിലും ചെയ്തിരുന്നു കേസ് കൊടുത്തതിന് ശേഷം? കേസ് കൊടുത്തതിന് ശേഷം ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേനോട് മൊഴി മാറ്റി പറയണം, വീട്ടുകാർ തനിച്ചാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഭീഷണി സ്വരത്തിൽ ഇയാളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സിദ്ദീഖ് അലിയുടെ അഭിഭാഷകനാണ് ഭീഷണിപ്പെടുത്തിയത്? അതെ, സിദ്ദീഖ് അലിയുടെ അഭിഭാഷകനാണ് ഭീഷണിപ്പെടുത്തിയത്. പേര് വല്ലതും അറിയോ? പേര് ഞാൻ ഓർക്കുന്നില്ല. മുസ്ലിയാരങ്ങാടി എവിടെയാണ് വീട്, കാസിംന്നോ അങ്ങനെന്തോ. ഇയാൾ ഈ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള മറ്റുള്ള വിദ്യാർത്ഥികൾ ഇതേപോലെ അബ്യൂസ് ചെയ്തിരുന്നു? എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഇന്നെപ്പോലെ സമാന അനുഭവങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ ഈവൻ മരിച്ച കുട്ടികൾക്ക് വരെ ഇന്നെപ്പോലെ സെയിം അനുഭവം തന്നെയാണുള്ളത്. പരസ്പരം ഷെയർ ചെയ്തിരുന്നു? തമ്മിൽ ഷെയർ ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ആരാ കൂടെ നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല, ആരാ ചതിക്കാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് ഓപ്പണായിട്ട് പറയാൻ ഫ്രണ്ട്സ് ഇല്ല. കാരണം ഫ്രണ്ട്സിനെ വരെ ബ്രെയിൻ വാഷ് ചെയ്ത് മൂപ്പര ഭാഗത്ത് നിർത്തിയതാണ്. ഞങ്ങൾ ഒരു ലേഡി മിസ് ഉണ്ട്, മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ചു. പരമഗുരു എന്ന് പറഞ്ഞതിന് ശേഷം ഉമ്മ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ മിസ് ഉമ്മ കൊടുത്തു, ലിപ്പിൽ കിസ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെയാണ് അർപ്പണ മനോഭാവമുള്ള കുട്ടികളെ ഇങ്ങനെ ആവണം നിങ്ങളും എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. സീനിയർ ലേഡീസ് വരെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ്. അപ്പോൾ കുട്ടികളായി ഞാൻ പോയ സമയത്ത് എൻ്റെ വയസ്സ് 15 ഈ ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത ഈ പ്രായത്തിൽ ഞങ്ങൾ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ടെന്ന് അറിയാത്തൊരു പ്രായമാണ്. ആ സമയത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നതും ബ്രെയിൻ വാഷ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. ആൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റാണ് ക്ലാസ്. കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്? എത്ര കുട്ടികളാണ് പഠിച്ചിരുന്നത് നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്? ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് 10 മണി വരെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷമുള്ള ആൾക്കാർക്കുള്ള ക്ലാസ് ആയിരുന്നു. എന്നതിന് ശേഷം ഒരു ഉച്ച 1 മണി വരെ ജൂഡോ റെസ്ലിംഗ് ക്ലാസ്. അതിന് ശേഷം ഫുഡ് കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കരാത്തെ ക്ലാസ് വൈകുന്നേരം 4 മണി വരെ. 4 മണിക്ക് ശേഷം ചെറിയ കുട്ടികൾ, അതായത് ഒരു 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ, ഇവർക്ക് ക്ലാസ്. ലേഡീസ് ട്രെയിനർമാർ ആരെങ്കിലും ഉണ്ടായിരുന്നു? അത് ഈ മാഷം മാത്രമായിരുന്നു? ലേഡീസ് ട്രെയിനർമാരുണ്ട്, പക്ഷേ ഇവർ ജസ്റ്റ് നോക്കി നിൽക്കുകയുള്ളൂ. ക്ലാസ് എടുക്കുന്നത് മുഴുവൻ സിദ്ദീഖ് അലി സാർ തന്നെയായിരുന്നു. പക്ഷേ ലേഡീസ് ട്രെയിനർമാർക്ക് വരെ
ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആരും പ്രതികരിച്ചിരുന്നില്ലേ? ആരും പ്രതികരിച്ചിട്ടില്ല. ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ അതോ അറിവില്ലാത്തതുകൊണ്ടാണോ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് കേസ് കൊണ്ടുപോയി പോയത്? എങ്ങനെയാണ് കേസ്? ഞാൻ അവിടുന്ന് എനിക്ക് കുറേ അബ്യൂസ് നേരിടേണ്ടി വന്നപ്പോൾ ഞാൻ അവിടുന്ന് നിർത്തിപ്പോന്നു. എന്നതിന് ശേഷം ഞാൻ നാഷണൽക്ക് സെലക്റ്റായി. നാഷണൽസ് പോയ സമയത്ത് എൻ്റെ കൂടെ പോകുന്ന കോച്ചും ഞാനും പഞ്ചാബിക്ക് ഒളിച്ചോടി പോയതാണ് എന്നെൻ്റെ നാട്ടിൽ വാർത്ത ഉണ്ടാക്കി. എന്നതിന് ശേഷം എൻ്റെ വീട്ടുകാർക്കും എനിക്കും കുടുംബക്കാർക്കും വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാക്കി തന്നത്. അതിന് പിന്നാലെയാണ് കേസ് കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ അതിന് ശേഷമാണ് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ എത്ര കാലം മുമ്പ് ഇതിന് പോയിരുന്നു ക്ലാസ്? 1.5 മാസം. ആ, അപ്പോഴേക്കും നിർത്തി. ഞാൻ ആകെ ഓറഞ്ച് ബെൽറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള കുട്ടികൾ, എൻ്റെ കൂടെ പോകുന്ന കുട്ടികൾ ബ്ലാക്കൊക്കെ എടുത്തു കഴിഞ്ഞ്. ബ്ലാക്ക് ബെൽറ്റ് എടുത്ത കുട്ടികളാണ് മൂപ്പർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അബ്യൂസ് ചെയ്യാൻ. എതിർക്കൊന്നും ചെയ്തിരുന്നില്ല? അപ്പോൾ എതിർക്കാനുള്ള ധൈര്യമില്ല. എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചീത്തയാവും എന്നുള്ള ഇതാണ് അവിടുത്തെ നിയമം. നമ്മൾ എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയുക വെച്ചാൽ, ഒരു കുലപ്പഴം, ആ പഴത്തിൽ ഒരു പഴം കേട് വന്നു കഴിഞ്ഞാൽ മൊത്തം ആ കൊല മൊത്തം ഭംഗിയില്ലാതാവും. ആ കേട് വന്ന പഴം എടുത്തൊഴിവാക്കി കഴിഞ്ഞാൽ കൊലക്ക് പഴയ ഭംഗി തിരിച്ചു കിട്ടും. അങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാർ ചീത്ത ആൾക്കാരാണെന്നും പ്രതികരിക്കുന്ന ആൾക്കാരായിട്ട് കമ്പനി വെക്കാൻ പാടില്ല എന്നും അവരെ ഒഴിവാക്കി കളയണം എന്നും പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. മുന്നേ പഠിച്ച ഒരുപാട് പേരെ പറ്റി ക്ലാസ്സിൽ പലതും പറയലുണ്ട്. അതേപോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ പറ്റും പറയും എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റും അവിടെ ഏറ്റു പറയണമെന്ന് പറയും. എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞതിന് ശേഷം ഈ തെറ്റ് വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇതൊക്കെ പേടിച്ചിട്ടാവും ആരും പറയാത്തത്. ഞാനും കുറേ കാലം മിണ്ടാതിരുന്നത് ഇതൊക്കെ പേടിച്ചിട്ട് തന്നെയായിരുന്നു. വീട്ടിൽ വന്ന് പറഞ്ഞിട്ടാണോ കേസുമായിട്ട് പോയത്? ഈ സംഭവമൊക്കെ നാട്ടിലൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ പോയതായിരിക്കും അല്ലേ? ആദ്യം വീട്ടിൽ പറഞ്ഞു, പിന്നെ നാട്ടിലും കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കേസ് പിൻവലിച്ചതിന് ശേഷം പിന്നീട് കേസുമായി പോകാനൊന്നും ശ്രമിച്ച ഒന്നും ഉണ്ടായില്ല? കേസ് പിൻവലിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പക്ഷേ കേസ് പിൻവലിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി കേസ് കൊടുക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ കേസ് കൊടുത്ത് നീതിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. പ്രോസിക്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു? ഓ, ഓഫ് കോഴ്സ്, തീർച്ചയായും പറ്റുമായിരുന്നു. പിന്തുണ ആരുടെ ഭാഗത്തും ഉണ്ടായില്ല? ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പോലീസുകാർ, ഞാൻ കേസ് കൊടുത്ത സമയത്ത് വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ SI എൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി എന്നെ വന്ന് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെയാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വിശ്വാസമല്ല, ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെ സംഭവിച്ചത് ശരി തന്നെയാണോ, സത്യം തന്നെയല്ലേ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ടുള്ള പിന്തുണ, കൗൺസിലിംഗ് അങ്ങനെ കാര്യങ്ങളൊന്നും ഈ കേസിൻ്റെ സമയത്തൊന്നും എവിടെ നിന്നും കിട്ടിയിട്ടൊന്നുമില്ല? കൗൺസിലിംഗ് വേണമെന്ന് ചോദിച്ചു ചൈൽഡ് ലൈനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഡിപ്രഷനിൽ പോയിട്ടുണ്ടെങ്കിലും പിന്നെ കൗൺസിലിംഗ് ഞാൻ വേറെ പേഴ്സണലായിട്ട് വേറെ ആളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. ഇതിന് നിയമസഹായം ഒന്നും പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല? മൊഴി കൊടുക്കുമ്പോഴോ കേസ് കൊടുക്കുമ്പോഴോ ഒന്നും? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തും കിട്ടിയില്ല? ഇല്ല. ഒരു മാഡം ഉണ്ടായിരുന്നു, മാഡം സപ്പോർട്ടായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കേണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ആരുടെ ഭാഗത്തൊന്നും ഒരു നിലക്കുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ജിജി എന്ന് പറഞ്ഞിട്ടൊരു മാഡമായിരുന്നു. കേസ് പിൻവലിക്കുമ്പോൾ അവർ എന്തെങ്കിലും സംസാരിക്കാൻ? കേസ് പിൻവലിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിൻവലിക്കേണ്ട മോളെ, ഇത് നമ്മൾ ജയിക്കുന്നതന്നെ പറഞ്ഞിട്ട് കൂടെ നിന്നത് ആ ഒരു മാഡം മാത്രമാണ്. സപ്പോർട്ടൊന്നും കിട്ടിയില്ല? സപ്പോർട്ട് കിട്ടിയില്ല. ഈവൻ എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, ഇയാൾ പോലും എന്നോടൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. കേസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും, ഇല്ലെങ്കിൽ മൊഴി മാറ്റുകയെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല? കേസ് പിൻവലിച്ചതിന് ശേഷം നീ മൊഴി മാറ്റി പറഞ്ഞൂലേ എന്നൊരു ചോദ്യം ചോദിച്ച്, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. മൊഴി മാറ്റുന്ന കാര്യം ആദ്യം അറിയായിരുന്നു? അറിയാമായിരിക്കാം. അല്ലാതെ വേറെ എന്തുകൊണ്ടാണ് മൊഴി മാറ്റിയെന്ന് ചോദ്യം ചോദിക്കുകയൊന്നും ചെയ്തൊന്നുമില്ല പ്രോസിക്യൂട്ടർ? ഇല്ല, നീ മൊഴി മാറ്റി പറഞ്ഞൂലേ അത്രമാത്രം, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ മരിച്ച കുട്ടിയെ അറിയോ? പരിചയമുണ്ടോ? എങ്ങനെ? ഓ, പരിചയമുണ്ട്. ഞാനവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഏകദേശം ഒരേ സമയത്താണ് ഞങ്ങളവിടെ ജോയിൻ ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഇത്ര അബ്യൂസ് ഉണ്ടായത് കണ്ടിരുന്നു അങ്ങനെ വല്ലതും? അവിടെ ഈ കുട്ടിക്ക് എന്നല്ല, എല്ലാ കുട്ടികൾക്കും നേരിടേണ്ടി വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേരൻസിനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാനിപ്പോൾ ന്യൂസ് കണ്ടതിൽ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഈ കുട്ടീനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പേരൻസ് വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പേരൻസിനെതിരെയാണ് കമൻറ്റ് വരുന്നത്. പക്ഷേ പേരൻസിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പേരൻസ് നിസ്സാരമാണ്. കാരണം
ഈ കുട്ടികളെ കയ്യിലെടുക്കുന്നതിന് മുന്നേ പേരൻസിനെ കയ്യിലെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എൻ്റെ വാപ്പ തന്നെ സ്വന്തം മോളെ പോലെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത്. പിന്നെ കുട്ടികളെ പറഞ്ഞ് വിശ്വസിക്കുന്ന അതേപോലെ ഞാൻ കള്ളക്കേസ് കൊടുത്തതാണ്, കോടതി വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പേരൻസിനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പേരൻസ് അറിയുന്നില്ല. കേസുള്ള കാര്യം തന്നെ പേരൻസ് അറിയണോ എന്നുള്ള കാര്യം സംശയമാണ്. ആ കുട്ടിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കേസായിട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ തോറ്റുപോയി. കാരണം അവിടെ പറയുന്നത് ഞാൻ തോറ്റു എന്നുള്ളതാണ്. ഞാൻ കേസ് പിൻവലിച്ച കാര്യം ആർക്കും അറിയില്ല. അപ്പം ഞാൻ തോറ്റു, അതേപോലെ ഓളും തോൽക്കുക എന്നുള്ളൊരു പേടി ഓൾക്കുണ്ടായിരുന്നു. മൊഴി കൊടുക്കാൻ തയ്യാറാവാത്തത് അതല്ല, കാരണം കുട്ടി ഡിപ്രസ്ഡ് ആയിരുന്നു. ഡിപ്രസ്ഡ് ആയ സമയത്ത് തന്നെ മൊഴി കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല അവൾ. കാരണം ശരിക്കും സംസാരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടി ഒന്ന് റിക്കവർ ആയതിനു ശേഷം മൊഴി കൊടുത്തിട്ട് കേസായിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്.